അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എമ്പുരാൻ എന്ന് റിലീസായിരിക്കുകയാണ്. 2019 ലൂസിഫറിന്റെ റിലീസിന് ശേഷം ഒരുപാട് റൂമേഴ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് ഫാൻ തിയറീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇത്രയും വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പ്രതീക്ഷിച്ചു പോയത് അത് അങ്ങനെ തന്നെ ഡെലിവർ ചെയ്യാനായിട്ട് നല്ലൊരു കിടിലൻ ഔട്ട്പുട്ട് അവർക്ക് ഡെലിവർ ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് താങ്ക്സ് ടു മുരളി ഗോപി ആൻഡ് പൃഥ്വിരാജ് സുകുമാരൻ. കാരണം അവർക്ക് അവരുടെ ഈ ഒരു സിനിമയിലുള്ള ഒരു വിശ്വാസം, ആ ഒരു വിഷൻ അവർ പല സീക്വൻസിൽ അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും സിനിമയുടെ ഡ്യൂറേഷൻ നമുക്ക് സിനിമാസ്വാദനത്തെ ബാധിക്കുന്നത് വളരെയധികം റയർ കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസിൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കാണിച്ചു വെച്ചിട്ട് ഓക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇത് സമയം മുകളിലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിലപ്പോൾ വാച്ച് നോക്കുകയെ അല്ലെങ്കിൽ ഫോൺ എടുത്ത് നോക്കുകയെ അങ്ങനെയുള്ള ഒരുപാട് സെനാറിയോസ് ഉണ്ട്. പക്ഷേ ആ എഴുത്തിലും എക്സിക്യൂഷനും കാണാനിരിക്കുന്ന പ്രേക്ഷകരെ മുഷിപ്പിക്കാത്ത രീതിയിലൊക്കെ ഇതിൽ ചില റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ അവർ പ്രതീക്ഷിച്ചു വന്നിട്ടുള്ള മാസ് മൊമെന്റ്സ് ആയാലും അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിച്ചിട്ടുള്ള നല്ലൊരു സ്റ്റോറി ക്വാളിറ്റി ആയാലും ശരി, അതൊക്കെ ഓഫർ ചെയ്യാനായിട്ട് അവർക്ക് ഈ സ്ക്രിപ്റ്റിൽ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ പോലും നമ്മളെ മടുപ്പിക്കാതെ ഓക്കെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഈ സിനിമയിലത്തെ ഓരോ സീക്വൻസ് ഇങ്ങനെ ജസ്റ്റ് മാറി മാറി വരുമ്പോൾ തന്നെ ഓക്കെ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ ഈ ഒരു സീക്വൻസ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോറിക്ക് അത് ആവശ്യമുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സ് അതിൽ ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ള ഒരു ഫീല് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സിനിമയ്ക്ക് ത്രൂ ഔട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. കാരണം ഇപ്പോൾ ഇതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ നമ്മളിപ്പോ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിനെ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു, ഓക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം ആ ഒരു ഹോൾ ഓഡിയൻസ് കാണാൻ വന്നിരിക്കുമ്പോൾ ഓക്കെ ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുള്ളത്, ഇതിലത്തെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി സെനാറിയോസോ അല്ലെങ്കിൽ ആ മൊത്തത്തിലുള്ള വേൾഡ് ബിൽഡിംഗ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ തന്നെ അവർക്ക് ഓക്കെ അവർ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം കറക്റ്റായിട്ട് ക്ലിക്ക് ആവുകയും ആ സിനിമ അവിടെ വിജയിക്കുകയും ചെയ്യും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മലയാളത്തിന്റെ മോഹൻലാൽ എന്ന് തന്നെ പറയാം. കാരണം ഇപ്പൊ നമ്മൾ നടത്തുന്ന ഈ ഒരു സിനിമയുടെ ഒരു ക്രേസ് തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. കാരണം ഈവൻ ഇതിന്റെ ബോക്സ് ഓഫീസ് വൈസ് ഉള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ശരി, ലിയോന്റെ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറയാം. അത്രത്തോളം ബോക്സ് ഓഫീസ് ആയാലും വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഈ സിനിമയുടെ ബുക്കിംഗ് ആയാലും ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് സിനിമയുടെ ഒക്യുപ്പൻസി നമ്മൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം ആളുകൾ എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം എക്സ്പെക്ടേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണിത്. ഈവൻ ഈ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തന്നെ 2019 ആ ഒരു ലൂസിഫറിന്റെ എൻഡിങ്ങിൽ നമുക്കറിയാം ഈവൻ ഖുറേഷി എബ്രഹാം ആരായിരുന്നു എന്ന് റിവീൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അയാൾ ആരാണ്, അയാളുടെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ്, അയാൾക്ക് എന്താണ് അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് എത്തിയത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിന്റെ ഒരുപാട് ഡിസ്കഷൻസും അവസാനിക്കാത്ത രീതിയിലായിരുന്നു പല പല വീഡിയോസും അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളിലായാലും യൂട്യൂബ് വീഡിയോസ് ആയാലും നമ്മൾ കാണാറുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് നമുക്ക് വരുമ്പോൾ അതിനുള്ള പല ആൻസേഴ്സും തന്നിട്ടുണ്ട്. അതിന്റെ ഒരു കംപ്ലീറ്റ് ലെവലിലേക്ക് അത് എത്തിയിട്ടില്ല, ഇനിയും അത് ബാക്കി കിടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പടം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇവൻ സ്റ്റീഫൻ നെടുമ്പള്ളി ആൻഡ് ഖുറേഷി എബ്രഹാം ഈ രണ്ട് ഷെയ്ഡിൽ നിന്നുകൊണ്ട് ആ ഒരു ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാനായിട്ട് അത്രത്തോളം എന്താ പറയാ ചെറിയ പരിപാടി ഒന്നല്ല, ഇതെനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മോഹൻലാൽ ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം വരുന്ന ചില സീക്വൻസിലൊക്കെ ആ ഒരു ഫീല് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ട്രെയിലറിലെ ചില മെയിൻ ആയിട്ടുള്ള സീക്വൻസുകളിലൊക്കെ ആ ഒരു ഫോറസ്റ്റിലത്തെ ആ ഒരു സീക്വൻസ് ഒക്കെ നമ്മൾ ആ ട്രെയിലറിൽ കണ്ടിരുന്നു. ആ ഒരു സീനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു തിയേറ്റർ റെസ്പോൺസ് അത് ഞാൻ പറയണില്ല, നിങ്ങളത് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു ഫുൾ ക്രൗഡിന്റെ ഇടയിലിരുന്ന് നമ്മളിത് കാണുമ്പോൾ അവസ്ഥ ഇപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വിട്ടു മാറിയിട്ടില്ല. അത്രത്തോളം കിടിലനായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയിട്ടുള്ള മലയാളത്തിലെ നമ്പർ 1 ക്യാരക്ടർ അല്ലെങ്കിൽ ആക്ടറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ ഡയറക്ടറിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അദ്ദേഹം നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്രയും നാളെടുത്തിട്ട് ആ സ്റ്റോറി സെറ്റ് ചെയ്ത് അതിന്റെ എക്സിക്യൂഷൻ ഈവൻ പല ലൊക്കേഷൻസിനും പോയി സിനിമ ഷൂട്ട് ചെയ്ത് അതിനുള്ള എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു സിനിമയെ പുൾ ഓഫ് ചെയ്ത് പ്രൊമോഷൻ കൊടുത്തിട്ടും അതിൻ്റെ ഉള്ള കാര്യങ്ങൾ എന്താണ് ഓക്കെ എൻ്റെ സിനിമയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചും അതിനെ നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാനായിട്ട് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരന് സാധിച്ചു. ആൻഡ് അദ്ദേഹത്തിന്റെ ഒരു വിഷൻ കം ട്രൂ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ആൻഡ് സിനിമയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് നമ്മൾ ശരിക്കും എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ അതാണ്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആയാലും ശരി ഓക്കെ ആ ഒരു വേൾഡിലേക്ക് നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്കൽ സെനാറിയോ എന്താണ് കേരളത്തിൽ നടക്കുന്നത്, ഒപ്പം തന്നെ ഖുറേഷി എബ്രഹാമിന്റെ ഒരു ഗ്യാങ് വാഴ്സ് എന്താണ് എന്ന് നമ്മളെ പറഞ്ഞിങ്ങനെ കൊണ്ടുപോയി ഒരു ബ്രിങ്കിൽ നമ്മളെ കൊണ്ട് നിർത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു ആൻഡ് പിന്നീട് ഇതിന്റെ കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതെല്ലാം അവര് സമയമെടുത്ത് തന്നെ എഴുതി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയാണ് പിന്നെ എടുത്തു പറയേണ്ടത്. സുജിത് വാസുദേവിന്റെ ചില ഷോട്ടുകളൊക്കെ നല്ല കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ട്രെയിലർ തന്നെയാണ് നമ്മൾ ഇതിന്റെ കണ്ടിരുന്നത്. ആൻഡ് അത് തന്നെ 100% ഉറപ്പാക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ആൻഡ് എക്സിക്യൂഷൻ സ്റ്റൈല് തന്നെ ഇതിൽ പലയിടത്തും ഉണ്ടായിരുന്നു. ആൻഡ് അത്
ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ദീപക് ദേവിന്റെ മ്യൂസിക് ഒക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ നമ്മൾ പല എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവങ്ങളുടെയും ഒരു റീക്രിയേഷൻ പലയിടത്തും കാണാൻ സാധിക്കും. കൂടുതൽ പറയുന്നില്ല, അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നല്ലൊരു തിയേറ്ററും നല്ലൊരു ക്രൗഡ് എക്സ്പീരിയൻസും തിരഞ്ഞെടുത്ത് തന്നെ കാണാൻ ശ്രമിക്കുക. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഓഫ് ദിസ് ഇയർ, അല്ലെങ്കിൽ ഈ ഒരു വർഷം നമുക്ക് ഇതുവരെ കിട്ടിയുള്ളതിൽ വെച്ചിട്ട് നല്ലൊരു കിഡിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എമ്പുരാൻ ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ് മറ്റുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ മഞ്ജു വാര്യരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ശരിക്കും എടുത്തു പറയേണ്ട ഒന്നാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ജസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്നും ഇതിലേക്കുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഷിഫ്റ്റ് ശരിക്കും സിമ്പിൾ ആയിട്ട് തന്നെ അവർ ഹാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയുക, വളരെയധികം ഇതൊരു കേക്ക് വോക്കാണ് എന്നുള്ള രീതിയിലായിരുന്നു അത് ശരിക്കും എഴുതി വെച്ചിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിനെ എഴുതി വെച്ച രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ അഭിമന്യു സിംഗിന്റെ ആ ഒരു ക്യാരക്ടർ, വില്ലൻ ക്യാരക്ടർ വരുമ്പോൾ തന്നെ ഒരു ടെറർ ഫീൽ ആ ഒരു ക്യാരക്ടറിന് ഉണ്ടായിരുന്നു. ആൻഡ് ടൊവിനോന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ ചെയ്തു. ആൻഡ് ഓരോ ക്യാരക്ടേഴ്സിന്, ഈവൻ ഫോറിൻ ലൊക്കേഷനിലത്തെ ആക്ടേഴ്സിനൊക്കെ ഒക്കെ ഇതിലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓവറോൾ നമ്മൾ കണ്ടു നോക്കുമ്പോൾ ഇതിൽ അവർ എടുത്തിട്ടുള്ള എഫേർട്ടുകൾ, ആ ഒരു എബ്രോഡൊക്കെയുള്ള ചില സീക്വൻസുകളും ആ ഒരു ഗ്യാങ് വാർ സീക്വൻസുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതിനുള്ള ഒക്കെ ഒരുപാട് ടൈം എടുത്തുകൊണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ മൊത്തത്തിലുള്ള ഷൂട്ടിംഗ് ആയാലും എക്സിക്യൂഷൻ ആൻഡ് മൊത്തം സെറ്റപ്പ്, ഈവൻ പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം തന്നെ നല്ല ഗംഭീരമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഓവറോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ചൂടേറിയ ചർച്ചയിലൊന്നായിരുന്നു റെഡ് ഡ്രാഗൺ ഡ്രസ് ഇട്ടിട്ടുള്ളത് ആരായിരുന്നു എന്നുള്ളത്. അത് മറ്റാരുമല്ല, അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ തന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ പടം കണ്ട് മനസ്സിലാക്കാതെ ആരാണെന്നുള്ളത്. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ? ആൻഡ് വൺസ് അഗൈൻ ഐ എം സേയിങ് ഇറ്റ്, ഡോണ്ട് മിസ് ദിസ് എക്സ്പീരിയൻസ്. ആൻഡ് നല്ലൊരു തിയേറ്റർ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പടം കാണാൻ ശ്രമിക്കുക. നല്ല സിനിമകൾ ഇനിയും വിജയിക്കട്ടെ, ഈ സിനിമയ്ക്ക് അർഹിച്ച വിജയം തന്നെ ലഭിക്കട്ടെ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണും.